വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രകൃതിയും പ്രകൃതി ഒരുക്കുന്ന കാഴ്ചകളും നമുക്കെന്നും അത്ഭുതങ്ങളാണ്. പ്രത്യേകിച്ച് മഴയും 7 നിറങ്ങളിൽ ചാലിച്ച മഴവില്ലും തീർക്കുന്ന വിസ്മയം ഒന്ന് വേറെ തന്നെയാണ്. ഈ ഭൂമിയെയും ജീവനാധാരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയും നമുക്ക് ഒരു ചില്ലു ഭരണിയിലാക്കി നമ്മുടെ വീടിനകത്ത് പരിചരിച്ചാലോ? അതെ, അതിനും കഴിയും. അങ്ങനെയുള്ള സംവിധാനമാണ് ടെറേറിയം. ചുറ്റുപാടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിൽ പ്രകൃതി വിഭവങ്ങളും സസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചില്ലുപാത്രമാണ് ടെറേറിയം. ശാസ്ത്രവും കരവിരുതും ഒരുമിച്ച് ചേരുന്നിടത്താണ് ടെറേറിയങ്ങൾ പിറവിയെടുക്കുന്നത്. ടെറേറിയം 2 വിധത്തിലുണ്ട്: ഓപ്പൺ ആയിട്ടുള്ളതും ക്ലോസ്ഡ് ആയിട്ടുള്ളതും. മോസ്, ഫേൺസ്, ഓർക്കിഡ് എന്നിവ ഉപയോഗിച്ച് ടെറേറിയം നിർമ്മിക്കാം. ഇന്ന് ടെറേറിയം നിർമ്മാതാക്കളായ ബേസിൽ വർഗീസും ഏഞ്ചൽ എബ്രഹാമുമാണ് നമ്മളോടൊപ്പം കൂടെയുള്ളത്. നമസ്കാരം. 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 കൗതുകം ജനിപ്പിക്കുന്ന കുപ്പിക്കുള്ളിലെ ഭൂമിയെ നിർമ്മിക്കുന്ന നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? വയനാടാണ് സ്ഥലം. സോ ഞങ്ങൾ ഗ്രീൻ മ്യൂസിയം എന്ന് പറഞ്ഞ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഞാൻ പെയിൻറ്റിംഗ് ആണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്, ആൾ ബോട്ടണിസ്റ്റാണ്. സോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എങ്ങനെ മുന്നോട്ടേക്ക് പോവാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ടെറേറിയം എന്നുള്ളൊരു അല്ലെങ്കിൽ ഗ്രീൻ മ്യൂസിയം എന്നുള്ളൊരു സംരംഭത്തിലേക്ക് എത്തുന്നത്. സോ അങ്ങനെ ചെടികൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടപ്പെട്ട് വളർത്തി കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. എവിടെയാണോ താമസിക്കുന്ന ആ സ്ഥലങ്ങളിൽ കൂടുതൽ ചെടികൾ ഇങ്ങനെ വളർത്തുന്നു. അപ്പം ഇതെങ്ങനെ കൂടെ കൊണ്ടുപോകാം, എളുപ്പത്തിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ ഉള്ള ആലോചനയിലാണ് ഞങ്ങൾ ഡേവിഡ് ലാറ്റിമർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫോട്ടോ കാണുന്നത്. അതൊരു ഇന്ന് ഏകദേശം ഒരു 65 കൊല്ലത്തോളം പഴക്കമുണ്ട് അതിന്. അതിപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം കൂടിയൊരു ടെറേറിയമാണ്. സോ അത് ഇൻസ്പയർ ആയിട്ടാണ് മെല്ലെ ചെയ്തു തുടങ്ങുന്നത് ഞങ്ങളുടെ പ്രൊജക്ടുകൾ. അപ്പോൾ നമുക്ക് വയനാട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ടെറേറിയം എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും എന്താണ് ടെറേറിയം എന്ന് പറഞ്ഞില്ല, അതൊന്ന് വിശദീകരിക്കാമോ? ടെറേറിയം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വാക്ക് അക്വേറിയം ആയിരിക്കും. ഒരു ഗ്ലാസിൻ്റെ ബോക്സ് ഉണ്ടാക്കുന്നു, അതിൽ ചെടികളൊക്കെ നടുന്നു, അതേപോലെ അല്ലെങ്കിൽ ഫിഷിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്വേറിയം ഉണ്ടാക്കുന്നു എന്നുള്ളത് അത് കോമൺ ആയിട്ട് എല്ലാവരും കണ്ടു പരിചയമുള്ളൊരു സംഗതിയാണ്. ടെറേറിയം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ടെറൈൻ, അതായത് ആ ഒരു ലാൻഡ്സ്കേപ്പ്, മുകളിലത്തെ പാളിയാണ് ഉദ്ദേശിക്കുന്നത്. മുകളിലുള്ള ചെടികളും അതേപോലെ അവിടെയുള്ള ചെറുജീവികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ടെറേറിയം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വെള്ളം ഉണ്ടാവില്ല, അക്വേറിയം പോലെ വെള്ളം നമ്മൾ ഒഴിക്കില്ല. പക്ഷേ ഇപ്പോൾ ഒരു മലകളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എക്കോസിസ്റ്റം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു കുപ്പിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിലെ ഭംഗിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂമിയിലെ പാളികൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും അതിലുള്ള ഇപ്പോൾ മഴ പെയ്യുന്നത് അല്ലെങ്കിൽ മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു കൊച്ചുകുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം നമ്മളിതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ നിന്ന് വെള്ളം വരുന്നു, ചെടികൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നു, പ്രകാശ സംശ്ലേഷണം നടത്തി മുകളിലേക്ക് ഉയരുന്ന
ആ ഒരു നീരാവി മേലെ ചെന്നത് എന്ത് ചെയ്യുന്നു, താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ വേണ്ടി അപ്പൊ പറ്റും, മഴയെ നമുക്ക് ആ കുപ്പിക്കുള്ളിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ എല്ലാം ഉൾക്കൊണ്ട് അതാണ് ടെറേറിയം എന്ന് പറയുന്നത്. അതെ. ഇപ്പൊ സാധാരണ നമ്മൾ ഒരു ചെടിയെ വളർത്തുമ്പം അത് മണ്ണിലായിക്കോട്ടെ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലായിക്കോട്ടെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിപാലിക്കുന്ന രീതികളൊന്ന് വ്യത്യസ്തം തന്നെയാണ്. ഇങ്ങനെ ടെറേറിയത്തിൽ ചെടികൾ നടുമ്പോഴും അതിലും പരിപാലനത്തിന് വ്യത്യസ്തമായ രീതികളുണ്ടോ? അപ്പം നമുക്കൊരു ചെടി വളർത്തണമെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് നോക്കണം. അത് ആവശ്യമുള്ളപ്പോൾ വെള്ളം കൊടുത്ത് ലൈറ്റ് കൊടുത്ത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ അത്തരം സമയക്കുറവുകളിൽ നിന്നൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി ഒരു എളുപ്പപ്പണി കൂടിയാണ് ഈ ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറയുന്നത്. പ്രാവശ്യം അതിലേക്ക് നമ്മൾ സമയം ചെലവഴിച്ചാൽ മതിയാവും. യെസ്. അപ്പോൾ അതായത് ഇപ്പോൾ 2 തരം ടെറേറിയം ഉണ്ട്. ക്ലോസ്ഡ് ടെറേറിയം ഉണ്ട്, ഓപ്പൺ ടെറേറിയം ഉണ്ട്. അതായത് നമ്മുടെ ഒരു ബോട്ടിൽ തുറന്നു വെച്ചിട്ട് ചെയ്താൽ അത് ഓപ്പൺ ടെറേറിയം, ആ പേര് പോലെ തന്നെ ഓപ്പൺ ആയിരിക്കും. മറ്റേത് ക്ലോസ്ഡ് ആയിരിക്കും, സീൽഡ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഈ ക്ലോസ്ഡ് ടെറേറിയത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് വെള്ളം പുറത്തു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി വെള്ളം നമ്മൾ പിന്നീട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കമ്പാരിറ്റീവ്ലി അതാണ് അതിന്റെ സൈക്കിൾ. അത് നമുക്ക് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഒരു സൈക്കിൾ നമുക്ക് പറയാം. ഓക്കെ. സോ ഈ ടെറേറിയം എന്നുള്ളത് നമ്മൾ ചെടി നടുന്നു, ഇതിന് വെള്ളം കൊടുക്കുന്നു, ഇത് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം പുറത്തു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നന്നായി കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു മാസം കൂടുമ്പോൾ ഇല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കുറച്ച് പുതിയ എയർ കൊടുത്ത് വേണമെങ്കിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതായത് പ്ലാന്റ്സ് വളരും, വളരെ സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വളരുക എന്ന് മാത്രം. എല്ലാ ചെടികളെയും പോലെ തന്നെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു കൊച്ചു ഭൂമിയാണ്. അപ്പോൾ ഈ കൊച്ചു ഭൂമി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഈ ചെടികളുടെ വളർച്ച ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇത് ഓവർ ഗ്രോത്ത് ആയി നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതൊരു 6 months 1 year ഓരോ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ സമയത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി പ്രൂൺ ചെയ്ത് വീണ്ടും നമുക്കത് കീപ്പ് ചെയ്യാം. ഇങ്ങനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ വർഷങ്ങളോളം ഇരിക്കും ഒത്തിരി. കാരണം ഒരു ചെടിയുടെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇത് കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കുറേ കാലം നമുക്കിത് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചില്ലു കുപ്പിക്കകത്ത് അല്ലെങ്കിൽ ഈ ചില്ലു ഭരണിക്കകത്ത് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് സൃഷ്ടിക്കുകയാണല്ലോ ചെയ്യുന്നത്. വയനാട് പോലെയുള്ളൊരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ ഞാനൊക്കെ കണ്ടു വളർന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പാണ് ഇപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നേച്ചറിൻ്റെ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു റോക്ക് ഗാർഡൻ ഏരിയയിലാണ് ജീവിക്കുന്നത്. നിറച്ച് പാറകളും മലകളും. സോ അപ്പോൾ നമ്മൾ എപ്പോഴും മലയുടെ മുകളിൽ പോകുന്നു, താഴോട്ട് നോക്കുന്നു. അപ്പോൾ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ മോസ് എന്ന് പറയുന്ന ഗ്രൗണ്ട് ലെവലിൽ വളരുന്ന നമ്മൾ പായൽ എന്നത് നമുക്ക് മലയാളത്തിൽ കോമൺ ആയിട്ട് ആൾക്കാർ പായൽ എന്ന് പറയുന്നത്. പക്ഷേ സയന്റിഫിക്കലി പായലല്ല. അത് പായൽ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ്. മോസ് എന്നൊക്കെ കുറച്ചുകൂടെ ഇങ്ങോട്ട് പോന്നിട്ടുള്ള ഒരു സ്റ്റേജാണ്. ആ മോസ് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഇങ്ങനെ മുകളിൽ നിന്നൊരു വനത്തെ നോക്കി കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സോ അത് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് ഈ മോസിനെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്. ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ളതിനെ കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞത്. ഓപ്പൺ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടാവുക? അവിടെ ആകുമ്പോൾ ഇവാബറേഷനൊക്കെ കൂടുതൽ സംഭവിക്കാൻ സാധ്യതയില്ലേ? ഒന്നുകൂടെ കെയറിങ് കൊടുക്കേണ്ടി വരുന്നത് ഓപ്പൺ ആയിട്ടുള്ളതിനാണോ? അതെ, ഓപ്പൺ ആയിട്ടുള്ളതിൽ നമ്മൾ കുറച്ചുകൂടെ കാക്ടസ് സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റുകളാണ് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറ്. ഇപ്പം നമ്മളാണെങ്കിലും കൂടുതൽ, കാരണം ഈ സക്കുലൻ്റ് ആയിട്ടുള്ള കള്ളിമുൾച്ചെടികളിൽ പെടുന്ന ഇനത്തിൽ പെടുന്ന ചെടികൾ വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് കൊടുത്താൽ മതി. സോ അപ്പോൾ അത് സർവൈവ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ ഈ മോസും ട്രോപ്പിക്കൽ ഗാർഡനിൽ വരുന്ന പ്ലാന്റുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കെയറിങ്, വെള്ളം നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്യണം. നമ്മളൊരു പ്ലാന്റ് നോർമലി എങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതേപോലെ തന്നെ കൊണ്ടു നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ട്രോപ്പിക്കൽ ഗാർഡൻ വെച്ചിട്ടുള്ള ഒരു ഫോറസ്റ്റ് പോലത്തെ ലാൻഡ്സ്കേപ്പാണ് ആൾക്കാർക്ക് വേണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക ക്ലോസ്ഡ് ടെറേറിയം ആയിരിക്കും. അത് വൺസ് ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ മെയിൻ്റെനൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇത് കൂടെ കൊണ്ടു നടക്കാൻ കഴിയും. ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ പെട്ടെന്ന് ഷിഫ്റ്റായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കും. ഒരു സ്ട്രെസ് റിലീഫ് ആയിരിക്കും ഇത്. അതെ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെടികൾക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ചെടികളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്?
അതെ, തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്ന ചെടികൾക്ക് പ്രാധാന്യമുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഓപ്പൺ ടെറേറിയം ക്ലോസ്ഡ് ടെറേറിയം ആകുന്ന സമയത്ത് മാറി മാറിയിരിക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ള ടെറേറിയത്തിൽ നമ്മൾ കൂടുതലായിട്ടും സെലക്ട് ചെയ്യുക മോയിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർദ്രതയുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിൽക്കാൻ പറ്റുന്ന ചെടികളെയാണ് കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുക. കാരണം അതിൻ്റെ ഉള്ളിലൊരു ഹ്യൂമിഡിറ്റി ഉണ്ടാകും. അപ്പോൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികൾ തിരഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെടികൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഫിറ്റൂണിയ, സിങ്കോണിയം, ക്രിപ്റ്റാന്തസ്, പൈലിയ ഇതേപോലെയുള്ള ചെടികളൊക്കെ ടെറേറിയത്തിൻ്റെ ഉള്ളിൽ ഭംഗിയായിട്ട് വളരുന്ന ചെടികളാണ്. ഇപ്പോൾ ഒരു ബിഗിനർ സ്റ്റേജിലാണെങ്കിലും നമ്മൾ ചെയ്തു തുടങ്ങുവാണെങ്കിൽ ഈ ചെടികൾ പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടികളാണ്. ഇനി വെസ്റ്റേൺ ഘാട്ടിലെ ചെടികൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഫേൺസും മോസസും ആണ് ഉപയോഗിക്കുക. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സ്പെക്റ്റീവ്, അതായത് ഒരു ചെറിയ ചെടിയാണെങ്കിൽ പോലും അതിനൊരു ഡെപ്ത് കൂടുതലായിരിക്കും. അപ്പം ചെറിയ ഇലകളായിരിക്കും. അപ്പം നമ്മളത് ടെറേറിയത്തിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ചില സമയങ്ങളിൽ വലിയ മരം പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് നഴ്സറികളിൽ നിന്ന് കിട്ടുന്ന ചെടികളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ നമ്മൾ താമസിക്കുന്ന ഇടമെന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകൾക്ക് ചുവടെയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അവിടുത്തെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച്. പശ്ചിമഘട്ടത്തിലെ പല ചെടികളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന, നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന ചെടികൾ ഏതൊക്കെയാണ്? കൂടുതലായിട്ടും മോസുകളും ഫേണുകളാണ് നമുക്ക് അതിൽ നിന്നും ടെറേറിയത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫേണുകൾ എന്ന് പറയുന്നത് സെലാജിനെല്ല, അഡിയാൻഡം, ആസ്പ്ലെനിയം, ബോൾബൈറ്റസ്, ഹെമിയോണൈറ്റിസ് ഈ പറയുന്ന ജനീറകളിൽ പെട്ടിട്ടുള്ള പന്നൽ ചെടികളും അതേപോലെ തന്നെ ഫിസിഡൻസ്, ഹൈമനോഫില്ലം പോലുള്ള മോസുകളും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ടെറേറിയത്തിൽ ഉപയോഗിച്ച് വരുന്നത്. ഇതിൽ പലതും വംശനാശത്തിൻ്റെ വക്കിലാണ്. കുറേ എണ്ണമെങ്കിലും താപനില കൂടുന്നത് കൊണ്ടും അതേപോലെ വനങ്ങൾ നശിക്കപ്പെടുന്നത് കൊണ്ടും ഒക്കെ നശിച്ചു പോകുന്ന ചെടികളാണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും, കൂടുതൽ ആൾക്കാർക്കും തണലുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കാൻ പറ്റുക. അപ്പം ഇങ്ങനെ ഫോറസ്റ്റുകൾ ക്ലിയർ ചെയ്യുന്നത് കൊണ്ടും ചൂട് കൂടുന്നത് കൊണ്ടും ഇവയിൽ പലതും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ടെറേറിയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഒരു എക്സിറ്റു കൺസർവേഷൻ മോഡലാണ്. അതായത് ഇത്തരം ചെടികളെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിനെ ടെറേറിയത്തിലാക്കി പല പല സ്ഥലങ്ങളിൽ എത്തിക്കാം. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഈ പറയുന്ന ചെടികളെ ഈ ഒരു ടെറേറിയം മോഡലിലൂടെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ബോട്ടാണിക്കൽ ഗാർഡനോ അല്ലെങ്കിൽ ഒരു സൂവോ ഒക്കെ സംരക്ഷിക്കുന്ന പോലെ ചെറിയ ഒരു ഫോമിലും നമുക്ക് ഈ ചെടികളെ നോക്കി വളർത്താം. അപ്പോൾ ഇതിനൊരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ചിലവായി പോകുകയും ചെയ്യും. പല വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഇത് പ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ പല ചെടികളെയും നമ്മൾ കണ്ടെത്തുക. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ടോ? അപ്പോൾ കണ്ടെത്തിയ ചെടികളെ തരംതിരിക്കുക, ഐഡൻറ്റിഫിക്കേഷൻ, ഇപ്പോൾ ഒരു ബോട്ടണിസ്റ്റ് ആയതുകൊണ്ട് അത് എളുപ്പമായിരിക്കും എന്ന് കരുതുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ചെയ്യുന്നുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ എക്സ്പ്ലോറേഷൻ ട്രിപ്പുകളിലെല്ലാം നമ്മൾ ചെടികൾ നോക്കാറുണ്ട്, അതിൽ കളക്ട് ചെയ്യാറുമുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാറുണ്ട്. അത് കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സിൻ്റെയും സഹായം തേടാറുണ്ട്. പ്രത്യേകിച്ച് മോസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ അതെ, കാരണം അത് ഭയങ്കര ചെറിയ ചെടികളാണ്. ഒപ്പം അതിൻ്റെ പഠനങ്ങളധികം, ഇന്ത്യയിലായാലും അധികം പഠനങ്ങൾ നടക്കുന്നില്ല. പിന്നെ മൈക്രോസ്കോപ്പ് വേണം. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കീ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സാധാരണ ഇപ്പോൾ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലെ നമുക്ക് ബ്രയോഫൈറ്റ് അല്ലെങ്കിൽ മോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് എക്സ്പേർട്സിൻ്റെ സഹായം നമ്മൾ തേടാറുണ്ട്. ഇപ്പം ഒരു ടെറേറിയം നമുക്ക് എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും? ഓക്കെ, അപ്പോൾ ടെറേറിയത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ അതിൽ സയൻസും ഉണ്ട്, ആർട്ടും ഉണ്ട്. സയൻസ് പാർട്ട് ഞാൻ പറയാം. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എർത്തിൻ്റെ ലെയറുകളാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പം താഴേന്ന് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ നമ്മൾ ഗ്രേവലാണ് ആഡ് ചെയ്യുക. അത് നമ്മുടെ എർത്തിൻ്റെ ഒരു ബെഡ് റോക്ക് ലെയറിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതൊക്കെ നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുക്കണം, വെള്ളാരം കല്ല് പൊട്ടിച്ചെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ എടുക്കുന്നത്? അല്ലല്ല, ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗ്രേവല് കിട്ടുന്നതാണ്. അപ്പം അത് നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ വെള്ളാരം കല്ല് ഇടാൻ പറ്റൂല? വെള്ളാരം കല്ലിടാം. ഗ്രേവലിൽ വെള്ളാരം കല്ലിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചുറ്റുപാട് നിന്നും ഇങ്ങനെ ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു ഓവർ കൺസംഷനാണ്, വീണ്ടും അതൊരു ചൂഷണമാണ്. അപ്പം അതുകൊണ്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രേവലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കാരണം അല്ലാതെ ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും ചൂഷണമായി, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നമ്മൾ എടുക്കുന്നത് പോലെ ആയില്ലേ. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രേവലുകളാണ് ഉപയോഗിക്കാറുള്ളത്.
അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബെഡ് റോക്ക് ലെയറാണ്. അതിന് മുകളിലായിട്ട് നമ്മൾ ഇടുന്നത് ഒരു സബ്സോയിൽ ലെയർ ഉണ്ട് ഭൂമിക്ക്. അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചാർക്കോൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ ചാർക്കോളിൻ്റെ ധർമ്മം, അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സബ്സോയിൽ ലെയറിൽ നടക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ അഡ്സോപ്ഷനാണ്. അതെ അതെ. അപ്പം ആ ഒരു കാര്യം ഈ പറയുന്ന ചാർക്കോളിലൂടെ നിർവഹിക്കും. മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും ക്ലീൻ ചെയ്തതും അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോളുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതാണ് വാങ്ങുന്നത്. അതെ അതെ. അപ്പം അതിന് സർഫേസ് ഏരിയ ഒത്തിരി കൂടുതലും ഉണ്ടാകും. ടോക്സിൻസിനെ അഡ്സോർബ് ചെയ്ത് മാറ്റാനും വേണ്ടി സാധിക്കും. എന്തെങ്കിലും ടോക്സിൻസ് ഒക്കെ കുടുങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ. ഏറ്റവും മേലെയുള്ള ലെയർ ടോപ്പ് സോയിൽ ലെയറാണ്. അവിടെ നമ്മൾ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെയുള്ള സബ്സ്ട്രേറ്റ് ആണ് യൂസ് ചെയ്യുക. ഈ സബ്സ്ട്രേറ്റിനും പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ടെറേറിയത്തിൽ കാക്ടസ് വെക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കൂടുതൽ മോയ്സ്ചർ ഹോൾഡ് ചെയ്യുന്ന ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ വെക്കില്ല. പകരം സാൻഡ് കൂടുതലുള്ള ഒരു സബ്സ്ട്രേറ്റ് ആയിരിക്കും വെക്കുക. അതേസമയം മോസും ഫേൺസും വേണ്ട സമയത്ത് അവിടെ എന്തായിരിക്കും കുറച്ചുകൂടി വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ള പീറ്റ്, ഒന്നെങ്കിൽ മോസിൻ്റെ തന്നെ പീറ്റ് അല്ലെങ്കിൽ കൊയർ പീറ്റൊക്കെ കൂടുതൽ വരുന്ന രീതിയിലുള്ള സബ്സ്ട്രേറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം അതാണ് ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ആ ഭൂമിയുടെ പാളികളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലൊരു ഹാർഡ്സ്കേപ്പ് ചെയ്യുന്നത്. ആ ഭാഗം കുറച്ചുകൂടി നന്നായിട്ട് ബേസിൽ സംസാരിക്കും. യെസ്. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ എങ്ങനെ വേണം ഇതിനെ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കാൻ, എത്രത്തോളം ഡെപ്ത് വേണം, അതിന്റെ ആർട്ട് ഫോം അവിടെ കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ആർട്ടും സയൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് സ്റ്റൈലാണ് വേണ്ടതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വളരെ ചെറിയ രീതിയിലുള്ള ഡ്രിഫ്റ്റ് വുഡുകൾ, സ്റ്റോണുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഇന്നിപ്പോൾ അക്വേറിയം ഷോപ്പുകളിട്ടും ടെറേറിയത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. സോ അത്തരം ഡ്രിഫ്റ്റ് വുഡുകൾ എടുത്തിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്യും. ആദ്യം നമ്മൾ സോയിൽ വെച്ചിട്ട് മുന്നിൽ കുറച്ച് സോയിലിടും. പുറകിലേക്ക് പോകും തോറും ആ സോയിലിൻ്റെ അളവ് കൂട്ടി വരും. കാരണം ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴാണ് നമുക്ക് പുറകിലേക്ക് ഒരു ദൂര കാഴ്ച ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം വെക്കുന്ന സ്റ്റോണ് ഇല്ലെങ്കിൽ വുഡ് എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ളതായിരിക്കും. പുറകിലേക്ക് വെക്കുന്നത് അതിനേക്കാളും വലിപ്പം കുറഞ്ഞത്. നമ്മൾ ഇപ്പോൾ ട്രെയിനിനൊക്കെ നമ്മൾ പണ്ട് പഠിക്കൂലേ, പുറകിലേക്ക് പോകും തോറും കാഴ്ച വളരെ ചെറുതായി വരും എന്നുള്ളത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ചെറിയ ചെറിയ വുഡ് എടുത്തിട്ട് പുറകിലേക്ക് വെക്കും. അങ്ങനെയാണ് നമ്മളൊരു ഫോറസ്റ്റ് സ്റ്റൈൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് എവിടെയൊക്കെ വെക്കണം, എവിടെയൊക്കെ വെച്ചാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റുകളുടെ ലീഫിൻ്റെ സ്ട്രക്ചർ, ലീഫിൻ്റെ വലിപ്പം, ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക നോക്കുക. അതായത് വലിപ്പം കുറഞ്ഞ ഇലകളുള്ള ചെടികൾ നമ്മൾ പുറകിലേക്ക് വെക്കും, വലിപ്പം കൂടിയ ഇലകളുള്ള ചെടികൾ മുന്നിലേക്ക് വെക്കും. കാരണം നമുക്ക് അടുത്തുള്ള വസ്തു വലുതായിട്ടും അകലെയുള്ള വസ്തു ചെറുതായിട്ടും തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണിത്. സോ സ്റ്റോണും ഇതേപോലെ തന്നെ, ചെറിയ സ്റ്റോണുകൾ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മളൊരു ഫോറസ്റ്റ് സ്റ്റൈലൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ സ്റ്റൈൽ കൊണ്ടുപോകുമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതേപോലെ ഫോളോ ചെയ്യുകയാണ് നല്ലത്. സോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മോസുകൾ വെക്കുന്നു, ബാക്കി പ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കുന്നു. ഇതോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു ബേസിക്കലി ഉള്ളൊരു ലാൻഡ്സ്കേപ്പിംഗ് കഴിഞ്ഞു. പ്ലാന്റ് നടുന്നതോട് കൂടിയിട്ട് പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഈ വെള്ളം നമ്മൾ സ്ലോലി നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യും. ഇതിൻ്റെ വാട്ടർ ടേബിളിലേക്ക് വെള്ളം ഇറങ്ങുന്നത് വരെ മെല്ലെ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊരു നമുക്കൊരു 20 days ടൈം നമുക്ക് കൊടുക്കണം ഇതിന്. അത് അടിയത്തെ സോയിൽ കംപ്ലീറ്റ് നനയുന്നവിടം വരെ. യെസ്. ഇതിന്റെ ബേസ് ലെയറിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവൽ എന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മുടെ വെള്ളം ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഭൂമിനെ നോക്കുമ്പോൾ വെള്ളം ഹോൾഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് ഡ്രൈനേജ് പാത്തായിട്ടും കൂടിയാണ് സാധാരണ ടെറേറിയത്തിൽ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കണം, ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുന്നു. പിന്നെ അതിൽ നിന്നാണ് ഈ വേരുകൾ വലിച്ചെടുത്ത് ഈ സൈക്കിളിലേക്ക് എത്തുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഭൂമിയുടെ ഒരു സൈക്കിള് അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം അതിന് കൊടുത്ത് അത് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്മൾ മെല്ലെ കുറച്ച് വെള്ളം കൊടുക്കുന്നു, വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കുന്നു, സ്പ്രേ ചെയ്തിട്ട്. ഇല്ലെങ്കിൽ മൊത്തം ലാൻഡ്സ്കേപ്പിനെ ബാധിക്കും. അപ്പം എല്ലാം സ്പ്രേ ചെയ്ത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണെങ്കിലും ഓരോ ദിവസം നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് ആ വെള്ളം എത്തിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. സോ അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേബിൾ ആകുമ്പോൾ ഇവരുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാവും, നമുക്ക് കാണാൻ പറ്റും നേരിട്ട്. ഇപ്പോൾ മുകളിലേക്ക് ഇലകൾ വളരുന്നു, ഇല്ലെങ്കിൽ അടിയിട്ട് വേര് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. പല പ്ലാന്റുകളുടെ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു 1 week കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഈ റൂട്ട് എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
സ്റ്റേബിൾ ആവാൻ വേണ്ടി ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ്സ്. ഇപ്പം ലൈറ്റ് ഒരു 12 മണിക്കൂർ സൂര്യൻ്റെ നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട് ഭൂമിയിൽ. അപ്പോൾ നമ്മൾ ഈ സൂര്യന് പകരം കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കണം. അപ്പോൾ ആ ലൈറ്റ് നമുക്കൊരു 10 മണിക്കൂർ വരെ ടെറേറിയത്തിന് മാക്സിമം കൊടുക്കാം. സൺലൈറ്റ് തട്ടിയാലോ? ഡയറക്റ്റ് തട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഹീറ്റ് ആവും. സോ ടെമ്പറേച്ചർ മാറും. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ ഉള്ളിൽ അത് ബാധിക്കും. നമ്മുടെ പുറത്തെ ടെമ്പറേച്ചറിനെക്കാട്ടും 2 ഡിഗ്രി കൂടുതലായിരിക്കും ഉള്ളിലെ ടെമ്പറേച്ചർ എപ്പോഴും. അതുപോലെ തന്നെ ഭയങ്കര ഹീറ്റ് ആവാതെ നമുക്ക് നാച്ചുറൽ ലൈറ്റിൽ വെക്കാം. ഇപ്പോൾ സൺഷെയ്ഡൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത എന്നാൽ വെളിച്ചം തട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്കിത് വെച്ച് സംരക്ഷിക്കാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോഴും ഇത് വീടിനെ ഭംഗിയാക്കാൻ, നമുക്ക് കാഴ്ചയ്ക്ക് ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പോട്ട് ലൈറ്റിന് താഴെ വരുമ്പോൾ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ വേറെ തന്നെയാണ്. സോ അതാണ് നമ്മൾ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. അതാവുമ്പോൾ കറക്റ്റ് ലൈറ്റിംഗ് ആയിരിക്കും. നമുക്ക് എത്ര അളവിൽ ലൈറ്റ് കൊടുക്കണം, ഓരോ ബോട്ടിലിനനുസരിച്ച് ലൈറ്റിന് അളവിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ടൈമറും കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 10 മണിക്കൂർ ലൈറ്റ് ഓൺ ആവും, ഓഫ് ആവും. സോ ഈ ഒരു ഡേ നൈറ്റ് വർക്ക് കിട്ടും. അപ്പോൾ അത് സ്റ്റേബിളായിട്ട് വളരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രൂണിങ് 1 മന്ത് 6 മന്ത് 1 ഇയർ എന്നൊക്കെ പറഞ്ഞ പ്രോസസ്സിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സൺലൈറ്റ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഫോട്ടോസിന്തസിസിൻ്റെ പ്രകാശ സംശ്ലേഷണം അതിനുള്ളിൽ നടക്കുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത്. പലപ്പോഴും പാഠപുസ്തകങ്ങളിൽ പഠിച്ചതും അല്ലെങ്കിൽ നമ്മളൊരു അനിമേഷൻ വീഡിയോയിലൂടെ മാത്രമേ ഇത് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ വളർച്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് അക്വേറിയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ ബബിൾസ് ഈ പറയുന്ന ചെടികളിൽ നിന്ന് പുറത്തു വരുന്നത് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. അപ്പം ആദ്യം ഇത് നമ്മൾ കണ്ടപ്പോൾ ശരിക്കും നമുക്കും ഒരു കൗതുകമായിരുന്നു. കാരണം നമ്മളിത് പഠിക്കുന്നുണ്ട്, പക്ഷേ ഇത് നടക്കുന്നുണ്ടോ, ഇത് ആക്ച്വലി നടക്കുന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അക്വേറിയത്തിൽ ഇത് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. ടെറേറിയത്തിൽ നമുക്ക് മഴയാണ് കുറച്ചുകൂടി കാണാൻ വേണ്ടി പറ്റുക. ജലചക്രം കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. കാര്യം നമ്മൾ താഴെ വാട്ടർ ടേബിൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ വാട്ടർ എന്ത് ചെയ്യും, മണ്ണിലൂടെ കിനിഞ്ഞ് മുകളിലേക്ക് വരും. അവിടെ നിന്നും അത് നീരാവിയായിട്ട് മുകളിലേക്ക് പൊന്തും. അതിനോടൊപ്പം തന്നെ ചെടികളിലൂടെ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ആസ്യരന്ധ്രങ്ങളിലൂടെ തുടർച്ചയായിട്ട് വേരിലൂടെ എടുക്കുന്ന വെള്ളം പുറത്തു വരുന്നുണ്ട്. ഈ വെള്ളം നമ്മൾ ക്ലോസ്ഡ് ടെറേറിയം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എത്തിയിട്ട് താഴേക്ക് വീഴും. അപ്പോൾ ഈ ഒരു ജലചക്രം നമുക്ക് കറക്റ്റായിട്ട് ഇതിലൂടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ബേസിൽ പറഞ്ഞതുപോലെ ചെടികളുടെ വളർച്ച നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ ഇൻഡോർ സ്പേസിൽ നമ്മൾ വളരെയധികം ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ചെറിയ ഗാർഡനാണ്. അപ്പോൾ ഇതിലെ ഓരോരോ മാറ്റങ്ങളും നമുക്ക് കാണാം. പൂക്കളുണ്ടാകും. നമ്മളിനി ഇതിൻ്റെ ഉള്ളിൽ ജീവികളെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചെറിയ ടോഡ്സിന്, തവളകൾ പോലെ അല്ലെങ്കിൽ ജെക്കോ പോലെ അങ്ങനെയുള്ള ജീവികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈവൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റും. കാരണം ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഇവർ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് ഈ ചെടികൾ വലിച്ചെടുക്കും. ഒപ്പം പ്രകാശ സംശ്ലേഷണത്തിലൂടെ വേണ്ട ഓക്സിജൻ പുറത്തേക്കും വിടും. ഇനി ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി തന്നെ നമ്മൾ സ്പ്രിംഗ് ടെയിൽ പോലെയുള്ള ചെറിയ ജീവികളെ ഇതിലേക്ക് ആഡ് ചെയ്യും. കാരണം ഇതിങ്ങനെ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫംഗസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിംഗ് ടെയിൽസിനെ ആഡ് ചെയ്യലുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട ഓക്സിജൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ചെടികളുടെ ഫോട്ടോസിന്തസിസ് മുഖേനയാണ്. കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഒരു തവണ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു കൊതുക് പെട്ടിട്ടുണ്ടായിരുന്നു. സുഖമായിട്ടത് ജീവിച്ചു. മറ്റൊരു തവണ ഒരു മണ്ണിരേനെ നമ്മളൊന്ന് ഇട്ട് നോക്കി ഇവരെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആള് നന്നായിട്ട് സർവൈവ് ചെയ്തു. പക്ഷെ പ്രശ്നം പറ്റിയത് അത് ആ ലാൻഡ്സ്കേപ്പിനെ നശിപ്പിച്ചു. കാരണം ആ ഒരു ഇളക്കി മറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. പക്ഷെ ജീവികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ഈ ചെടിയുടെ ഇലകൾ വീണ് അവിടെ അഴുകൽ എന്നൊരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ വളം നമ്മൾ വേറെ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഈ ടെറേറിയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേര് വന്നോ എന്നൊരു കൗതുകം നമുക്കുണ്ടാവും. അപ്പോൾ പലപ്പോഴും നട്ട ചെടി പിഴുതെടുത്ത് നോക്കിയിട്ടുണ്ടാവും. ചെറുതായിരുന്നപ്പോൾ പലരും ചെയ്തിട്ടുണ്ടാവും, ഇതിന് വേര് വന്നോ എന്നുള്ളൊരു കൗതുകമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയുമായി ഈ ടെറേറിയത്തിനുള്ള ബന്ധം എന്താണ്? നമുക്ക് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ത്രെറ്റുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ടാണ്.
അപ്പോൾ ഇവിടെയുള്ള ചെടികളെ, ജീവികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ചെറിയ സ്ട്രക്ചറുകളിലാണെങ്കിൽ പോലും അവിടെയുള്ള ചെടികളെ നമുക്ക് ടെറേറിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും സംരക്ഷിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം ആർട്ടിന് ഈ ഒരു വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ, ആൾക്കാർക്കിത് ഇഷ്ടമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടും. അവിടെയെല്ലാം ഇത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. നമ്മളിപ്പോൾ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ആരും ഇത് ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ചെടികളുടെ സംരക്ഷണമാണ്. അതാണ് ടെറേറിയം എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. എല്ലാ വീട്ടിലേക്കും ഒരു കൊച്ചു ബോട്ടിൽ വാങ്ങി വെക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. ടെറേറിയം എന്ന് പറയുന്നത് കാണാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ആൾക്കാർ ഗിഫ്റ്റ് ചെയ്യുന്നത് കൂടുതലും നാച്ചുറൽ പ്ലാന്റ്സ്, ടെറേറിയംസ്, ഇങ്ങനെയുള്ള ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തിരിക്കുന്നത് ഈ എക്സോട്ടിക് ചെടികളല്ലാതെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ വെസ്റ്റേൺ ഗാർഡ്സിലെ പ്ലാന്റുകളെ ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ നാട്ടിലെ പല വീടുകളിലും ഈ വെസ്റ്റേൺ ഗാർഡ്സിലെ പ്ലാന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. സോ അപ്പോൾ ഇത് അവർ പോലും അറിയാതെ അത് സംരക്ഷിച്ചു പോരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ പ്ലാന്റുകളും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പ്ലാന്റുകൾ മാറുന്നു എന്ന് മാത്രമുള്ളതാണ്. ഇപ്പോൾ ഒരു റൂമിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ടെറേറിയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പല മരങ്ങളും ഇതേപോലെ സംരക്ഷിക്കാൻ പറ്റും. സോ ഇത് ലൈക്ക് എ സൂ ആണ്. ഇതൊരു സൂ പോലെ നമുക്ക് കാണാം. നമുക്കൊരു പ്ലാന്റുകളുടെ വലിയ പലതരം ജീവികളുടെയും സംരക്ഷണത്തിന് പറ്റിയൊരു നല്ല മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതിനെ നമുക്കിതിലൂടെ തന്നെ തിരിച്ച് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിത് വിൽപ്പന ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾ ആക്ച്വലി ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ബിസിനസ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ടെറേറിയംസ് ഒരു 2000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ടിലിൻ്റെ വലിപ്പം, സൈസ്, പഴക്കം, ഇതിനനുസരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റൈലിനനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റുകൾ മാറും. പിന്നെ അങ്ങോട്ട് പല റേറ്റിനുള്ളുണ്ട്. അങ്ങോട്ട് 2000 തൊട്ട് മുകളിലേക്ക് ഏത് റേറ്റിന് വേണമെങ്കിലും. പിന്നെ കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് വേണ്ട സ്ഥലത്തിന്, അതിൻ്റെ അളവിൽ, ഷേപ്പിൽ, അപ്പോൾ ഇതിനെല്ലാം അനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറുന്നു എന്നുള്ളതാണ്. ഇന്ന് കൂടുതലായിട്ടും ആൾക്കാർ ഓർഡർ ചെയ്താൽ നമ്മളൊരു കളക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ഓരോ ജില്ലയിലും നമ്മൾ ഓരോ പോയിന്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അവിടെ വന്നിട്ട് ആൾക്കാർ കളക്ട് ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറും കൂടെ പറഞ്ഞോളൂ. യെസ്, നമ്മൾ കോൺടാക്ട് ചെയ്യാൻ 9048990936. ഒന്നുകൂടെ പറഞ്ഞു. 9048990936. ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് പറയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ, ഫേസ്ബുക്ക് ത്രൂ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് ഗ്രീൻ മ്യൂസിയം എന്നാണ് ഞങ്ങളുടെ സംരംഭത്തിൻ്റെ പേര്. സോ ആ ഗ്രീൻ മ്യൂസിയം 2020 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേജ് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ആവശ്യക്കാരിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കൊരു പ്രസൻറ്റേഷൻ പലപ്പോഴും പല സാധനങ്ങളും കൊടുക്കേണ്ടി വരുമ്പോൾ എന്ത് ഗിഫ്റ്റ് ചെയ്യണമെന്നൊരു സംശയം ഉണ്ടാകും. അവർക്കൊക്കെ ധൈര്യപൂർവ്വം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ഐറ്റം ആണത്. നമ്മുടെ ഭൂമിയെ നമ്മുടെ കൈക്കുള്ളിൽ എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് ടെറേറിയം നിർമ്മിക്കുന്ന ദമ്പതികളായ ബേസിലിനെയും ഏഞ്ചലിനെയാണ് ഇന്ന് നമ്മൾ വയലും വീടും പരിപാടിയിൽ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ എല്ലാ വിവരണവും തന്നത്. അപ്പം ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കുപ്പിക്കുള്ളിലെ ഭൂമി ടെറേറിയം നിർമ്മിച്ച് വിപണനം നടത്തുന്ന ബേസിൽ വർഗീസും ഏഞ്ചൽ എബ്രഹാമുമാണ് ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. വയലും വീടും സമാപിക്കുന്നു.